കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. ഈ കഴിഞ്ഞൊരു അക്കാഡമിക് ഇയറിൽ മാത്രം പ്രധാനപ്പെട്ട 3 പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ലീക്കായിട്ടുള്ളത്. നീറ്റ് എക്സാം, CBSE എക്സാം, അതുപോലെ UGC നെറ്റ് എക്സാം. ഇതിൽ നീറ്റ് എക്സാം പരീക്ഷ ക്രമക്കേട് കണ്ടെത്തി പരീക്ഷ ക്യാൻസൽ ചെയ്ത് വീണ്ടും റീടെസ്റ്റ് നടത്തുകയാണ് ഉണ്ടായത്. 14ഓളം കുട്ടികളാണ് നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അതിനാലാണ് ഇത്രയും വിദ്യാർത്ഥികൾ രാജ്യ തലസ്ഥാനത്ത് ഒത്തുകൂടി സമരം ചെയ്യുന്നത്. എന്നാൽ ആ സമരത്തെ പോലീസിനെയും മറ്റു പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിൽ ഒത്തുചേരുന്നത്. ഇത് വെറുമൊരു സമരമല്ല, ഓരോ വിദ്യാർത്ഥികളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള സമരമാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള സമരമാണ്. ഈ ക്രമക്കേടുകളുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർബന്ധമായും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തന്നെ ചെയ്യണം.